രാഹുൽ ഗാന്ധിയല്ല രാഹുൽ വിൻസിയായി മാറുമ്പോൾ രാഹുൽ നിലം തൊടുമോ? ബ്രിട്ടനിലും ഇറ്റലിയിലും രാഹുൽ ഗാന്ധി അറിയപ്പെടുന്നത് രാഹുൽ വിൻസി എന്നുള്ള വലിയ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ യോഗി ആദിത്യനാഥും വിമർശിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി രാജ്യത്തെ പറ്റിക്കുകയായിരുന്നുവെന്ന് യോഗി തിരഞ്ഞെടുപ്പ് റാലിയിൽ ആക്ഷേപിച്ചു. രാഹുൽ ഗാന്ധിയുടെ പേര് യഥാർത്ഥമല്ല, ബ്രിട്ടനിലും ഇറ്റലിയിലും രാഹുൽ വിൻസി എന്നാണ്. രാഹുൽ പ്രിയങ്കി ധൈര്യമുണ്ടെങ്കിൽ അവരുടെ പേര് ജനങ്ങളോട് പറയണമെന്നും യോഗി വെല്ലുവിളിക്കുന്നു, ആരോപിക്കുന്നു. രാഹുലിന്റെ സത്യവാങ്മൂലത്തിൽ രാഹുൽ ഗാന്ധി തെറ്റായ വിവരം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി അമേത്തിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ധ്രുവ്ലാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. രാഹുൽ വിൻസി എന്ന പേരിൽ UK-യിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ വിവരം സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ചുവെന്നും വിദ്യാഭ്യാസ യോഗ്യതയായി കാണിച്ച കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ MPhil രാഹുൽ വിൻസി എന്ന പേരിലായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ധ്രുവ്ലാൽ നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയിലും ആരോപണമുണ്ട്. പരാതിയെക്കുറിച്ച് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ ആശയക്കുഴപ്പമാണ്. പ്രത്യേകിച്ചും മൂന്നാം ഘട്ടത്തിലേക്ക് രാജ്യം നാളെ കടക്കുമ്പോൾ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഈ ഒരു അനിശ്ചിതത്വം തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കോൺഗ്രസിനെ വല്ലാത്ത ആശങ്കയിലാക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയല്ല രാഹുൽ വിൻസി എന്നുള്ള വലിയ ആക്ഷേപം കോൺഗ്രസിനെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ, നെഹ്റു കുടുംബത്തിനെതിരെ BJP നേതാക്കൾ തൊടുത്തുവിട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വലിയ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തെ തിരഞ്ഞെടുപ്പ് റാലിയിൽ ഉപയോഗിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പേര് യഥാർത്ഥമല്ലെങ്കിൽ അത് തെളിയിക്കാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ട്. രാഹുലും പ്രിയങ്കയും ധൈര്യമുണ്ടെങ്കിൽ അവരുടെ പേര് ജനങ്ങളോട് പറയണമെന്ന് തന്നെയാണ് BJP നേതാക്കൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിന്റെ പേര് സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ അവിടുത്തെ രജിസ്റ്ററിലുള്ള സംബന്ധിച്ച് ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ രേഖകളിൽ അങ്ങനെ മൊത്തത്തിൽ രാഹുൽ വിൻസി എന്നാണ് എല്ലായിടത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്ന ധ്രുവ്ലാൽ ആരോപിക്കുന്നത്. ഏതായാലും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയം. രാജ്യം തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ ഒരു വലിയ വിമർശനം വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ഇത്തവണ വയനാട് നിന്നും ജനവിധി തേടുന്ന രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശക പത്രികയുടെ കാര്യത്തിൽ വയനാടും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ ഇനി എന്തായിരിക്കും? രാഹുൽ നിലം തൊടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്.